കൂരിടേ കരളോ കരളോ എന്ത് വേണമല്ലോ മീൻ കിട്ടിയാൽ ഈ ഒന്ന് പോകണം അവിടുന്ന്. ഞാനിവിടെ ഈ കല്ല് നിൽക്കാൻ തന്നെ എന്നെ വേണം. ഇതുപോലെ ഇനി ഇടയിലെങ്ങാനും കയറ്റിയിടും, അല്ലെ അവസാനം ഇത് ആപ്പി നടക്കേണ്ടി വരും. ഇതാണ് ഞങ്ങൾ അമൂറിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ആ ഓ വീണ്ടും ചോര കണ്ടു. ഇതിൽ മീൻ കിട്ടും. ആരാ നമ്മൾ ലുക്കാനയുടെ പുതിയ ഷാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷാഡാണ് അവരുടെ പുതിയ വന്നേക്കുന്നത്. 17 ഗ്രാമിൻ്റെ ജിഗാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കാസ്റ്റ് ചെയ്യാൻ നോക്കാം. ഉപയോഗിക്കുന്ന റോഡ് ഡൈവ BG 4000. റോഡ് നമ്മുടെ പൈനിയറിൻ്റെ അഡ്രിഫ്റ്റ് എന്ന് പറയുന്ന റോഡാണ്, 9 ഫീറ്റ് റോഡ്. ഈ ഒഴുക്കാറിനെ നമ്മൾ എറിയുമ്പോഴേ നേരെ വന്ന പുറത്താത്ത എങ്ങനെ കയറിയിരിക്കുക. ഇവിടെ വന്ന മൂലയ്ക്ക് വന്നിരിക്കുന്നത് അതാണ്. അതെല്ലാം കുരുക്കി വലിക്കും. അത് ഞാൻ പരുവത്തിനിട്ട് വെച്ചേക്ക്. ഏതാണ്ട് കൊടുക്കുമെന്ന് പറയാം. അധികം എന്താ അടി പൊടി. നമ്മൾ എവിടെ ചെന്നാലും കാണുമല്ലോ പട്ടിയോ പൂച്ച എന്തെങ്കിലും. ഇച്ചിരി കൂടാ വിശ നീക്കുമായിരിക്കും. വേറെ ചെറിയ മീൻ വല്ലതും കിട്ടുകയാണെ തരാം, നോക്കട്ടെ. കൂരി ഇടയ്ക്ക് ഒരു കൂരി കിട്ടുവാണെ കൊടുത്തരും കേട്ടോ. നീ വെയിറ്റ് ചെയ്ത് തരാം കേട്ടോ. കൂരി ഇട്ടിട്ട് തരാം. ആ മുള്ളൊടിച്ചാൽ കൊടുത്താൽ മതി. അതുകൊണ്ടൊക്കെ കാണാൻ പോയി ചത്തുപോയി. അത് ിരിക്കുന്നു. ചെമ്പല്ലി ആ ഇങ്ങനെ പിടിച്ച് കടി കിട്ടിക്കഴിഞ്ഞ പണി. അയ്യോ എനിക്ക് മോന്തേന്ന് കീറിപ്പോയി കേട്ടോ. ചെറിയൊരുടക്ക. നമ്മൾ ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. ഇത് ചെറിയ തീരെ പൊടി കൊടുക്കും.
അപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. മീനൊക്കെ വെട്ടി നല്ല കുട്ടപ്പനാക്കി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആറ്റിയമ്പലി ഇതുപോലെ പൊളിച്ചെടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കടൽ ചെമ്പല്ലി നമുക്ക് ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ കടലിൽ പോയിട്ട് ഇടുന്ന വീഡിയോ. നേരത്തെ മീനെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കടലിൽ പോയിട്ട് മീനെ പിടിച്ച് അതിനെന്ത് കുക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആണോ ചെമ്പല്ലിയൊക്കെ കഴുകി ഒത്തിരിയാക്കി വാലൊന്നും കാണില്ല കേട്ടോ. വലൊക്കെ പിടിക്കാനൊക്കെ വേണ്ടി സൗകര്യത്തിന് വെച്ചേക്കാം. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കുറുകയെല്ലാം വരയൊക്കെ ഇട്ട് അകത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഉണ്ടോ ഇത്ര സാധനം: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി. നമുക്ക് ഇതിനകത്ത് ഒരു വറക്കാൻ വേണ്ടിയുള്ള ഇതൊന്ന് ആദ്യം ഒന്ന് വറുത്തിട്ട് നമ്മൾ പൊള്ളിക്കുന്നത്, ഇല വെച്ച് പൊള്ളിക്കുന്നത്. അപ്പോൾ ആദ്യം വറക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി. ഇനി അതിന് പൊടി ഐറ്റംസ് പറഞ്ഞാൽ അടുത്ത വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇത്ര ഐറ്റം. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റം വെച്ചിട്ട് ഇത്ര ഐറ്റം ചേർത്ത് വെച്ച് നമ്മളൊരു പിന്നെ ഒന്ന് എന്ത് ചെയ്ത് വറക്കും. വറുത്തിട്ട് അത്യാവശ്യം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ അത് കഴിഞ്ഞ് ബാലൻസ് പിന്നെ വേണ്ടത് പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് ഇലക്കകത്ത് വെച്ച് പൊതിഞ്ഞാണ് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, ശകലം സവാളയും കൂടെ ഒക്കെ ചേർത്തിട്ട് പേസ്റ്റ് ഉണ്ടാക്കും. ആ പേസ്റ്റ് ചേർത്തിട്ട് വറുത്തതിൻ്റെ മണ്ടയ്ക്ക് തേച്ചിട്ടാണ് നമ്മൾ പൊളിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വേണ്ടി. അപ്പോൾ മനസ്സിലല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുരുമുളക് പൊടി. ഇത്രയും സാധനം വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അതൊന്ന് ഇതെല്ലാം ഒന്ന് അരച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കട്ടെ ആദ്യം. നമ്മളിത് അരപ്പുണ്ടാക്കാൻ വേണ്ടി അരച്ചെടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ചെറിയൊരു ജാർ എടുത്തിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ജാറുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം അരയ്ക്കാൻ പോകുന്ന വെളുത്തുള്ളി. നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 1-2 പച്ചമുളക്. ബാക്കി കൊച്ചുള്ളി നമ്മൾ ഇതിലൂടെ ഇടുന്നില്ല. നമ്മൾ വെളുത്തുള്ളി, പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ശകലം അരച്ചെടുത്ത ശേഷമേ നമ്മൾ കൊച്ചുള്ളി ചേർക്കത്തുള്ളൂ. ഇതൊന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് മണ്ടയ്ക്ക് എടുത്തുള്ളൂ. കാരണം കൊച്ചുള്ളി ഒത്തിരി അങ്ങ് അരിഞ്ഞ് വെള്ളം പോലെ ആകണ്ട. നമ്മളൊരു എന്താ പറയുന്നത്, വറുത്ത് കഴിയുമ്പോൾ ഒരു കരികരിപ്പ് വേണം. അപ്പോൾ ആ ഒരു സാധനം വരാൻ വേണ്ടി ഉള്ളി ഒരുപാട് ചതക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് ചതഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ ബാക്കി കൂട്ടും. നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സീസൺ. അപ്പോൾ ഒരു എല്ലാം കണക്കൊന്നുമില്ല, നമ്മൾ ചെറിയ കൈക്കണക്കിന് അങ്ങ് ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ചെറിയ മീൻ, ഒരുപാട് അരപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ കുരുമുളക് പൊടി നമ്മൾ ഇപ്പോൾ ശകലം ചേർക്കുന്നുണ്ട്. പിന്നെ വറക്കാൻ നേരം 2 സൈഡിൽ ചേർത്തിട്ട് ഇപ്പോൾ ഒരു ശകലം ചേർത്തിട്ട് എടുക്കാം. പിന്നെ ഒരു ശകലം ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും ഇടുക. ഇനി നമ്മൾ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് ഒന്നും അടിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ കൊച്ചുള്ളിയോടെ ചേർക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ അരപ്പൊന്ന് എടുത്ത് നമ്മുടെ മീനിനോട്ടൊന്ന് കയറ്റണേ. അരപ്പ് നമ്മുടെ മീനിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം
ഇനി മീനുകളൊന്ന് തേച്ച് പിടിപ്പിക്കണം, അത് അടുത്ത പരിപാടി. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ടൊന്ന് സെറ്റ് ചെയ്യണം. അരപ്പ് നമുക്ക് അകത്തും പുറത്തും എല്ലാം കൊള്ളാവുന്ന രീതിയിൽ ഇതിനകത്ത് നമ്മൾ വരഞ്ഞിട്ടേക്കകത്ത് എല്ലാം ഒന്ന് ചേർത്ത് പിടിപ്പിക്കുക നല്ലതായിട്ട്. കുറച്ചെടുത്ത് നമ്മുടെ മീനിനകത്ത് കണ്ടോ, മീനിനകത്തോട്ട് ചേർത്ത് നല്ലതായിട്ട് ഒളിച്ചിടണം. ഒരു സ്ഥലം ഗ്യാപ്പ് വിടരുത്. എൻ്റെ വായിലും മൂക്കിലും കണ്ണിലും എല്ലാം തേച്ച് പിടിപ്പിച്ചു. ഇവനെ നല്ലതായിട്ടൊന്നും എന്താ പറയുന്നത്, അരപ്പ് തേച്ചിട്ട് നമ്മൾ ഇവനെ എടുത്ത് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം അരപ്പെല്ലാം നല്ലതായിട്ടൊന്ന് പിടിക്കും. ഇതൊന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വറക്കാൻ നേരം എടുക്കാം. അപ്പം അരപ്പെല്ലാം തേച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സൈഡിലും നമ്മളെന്താ പറഞ്ഞില്ല, കുരുമുളക് പൊടി കുറച്ച് എടുത്തിട്ട് അരയ്ക്കുന്നതിന് തെറ്റുള്ളായിരുന്നു. അപ്പോൾ പുറത്ത് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി നല്ലതായിട്ട് ഇരിക്കട്ടെ. നല്ല എരി വേണ്ടവർക്ക് നല്ലതായിട്ട് ഇടാം. അപ്പോൾ കുരുമുളക് പൊടി കൂടുമ്പോൾ ടേസ്റ്റ് കൂടും. തിരിച്ച് വിട്ടിട്ട് നമ്മൾ കുരുമുളക് നല്ല മണം വരും, മൂക്കിലും കയറി. അപ്പോൾ നല്ലതായിട്ട് പൂശി കൊടുക്കാം. ഓക്കെ, ഇനി സെയിം ഇത് അരച്ചിട്ട് ആ അരപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്, അത് പിന്നെ കാണിക്കുന്നില്ല. അപ്പോൾ ആ അരപ്പ് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് സവാളയും കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും കൂടെ വഴറ്റിയിട്ട് അതിനകത്ത് നമ്മൾ ഈ അരച്ചെടുക്കുന്ന അരപ്പോടെ ചേർത്ത് ഒന്ന് പേസ്റ്റ് പോലെ എടുക്കും. തക്കാളി ചേർത്ത് എന്നിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കും. അത് കാണിക്കാം അടുത്ത വീഡിയോ. അപ്പോൾ ഇവനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം എല്ലാം ഒരു അരമണിക്കൂറിന് മുകളിലായി. അരപ്പെല്ലാം പിടിച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. ഇനി ഇവനെ ഒന്ന് വാർത്തെടുക്കണം. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വാർത്തെടുക്കുമ്പോൾ ടേസ്റ്റ് ഉള്ളതാണ്. സൺഫ്ലവർ വേണേൽ ഒഴിക്കാം, പക്ഷെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ ഒരു രുചി എടുക്കുന്നു. ഇത് നമ്മൾ മുഴുവനായിട്ട് വറക്കുക, എണ്ണയെ മുക്കി എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ നമ്മൾ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ചെയ്യുന്ന ദേശം ഒന്നും ഇളകാതെ ഒന്ന് വറുത്തെടുക്കണമെന്നേ ഉള്ളൂ. അല്ല മറ്റേ എണ്ണ വറുക്കാനാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് മുക്കി വറക്കാൻ വേണം, അങ്ങനെ ചെയ്യേണ്ട. പകുതി വേവിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഇലക്കകത്ത് പൊതിഞ്ഞ് അരപ്പം തേച്ച് ബാക്കി അരപ്പുണ്ടാക്കുന്നുണ്ട്, അതേ കാണിക്കുക. അത് അരപ്പൂടെ ചേർത്ത് വെച്ച് ഇലക്കകത്ത് പൊതിഞ്ഞ് പൊള്ളിച്ചെടുക്കും. അതിൻ്റെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം 2 സൈഡും. നമ്മൾ മീനെടുത്ത് ഒരു സൈഡൊന്ന് നല്ലതായിട്ട് പൊളിച്ചെടുക്കും. അപ്പോൾ അത് പകുതി വേവാകട്ടെ. പകുതി വേവായി. നമ്മൾ ആ വാലിട്ടേക്കാന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇതുപോലെ വാലെ പിടിക്കാൻ തിരിച്ച് ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഒരു സൈഡ് ചെറുതായിട്ട് ഒന്ന് ഒരു സൈഡ് നല്ലതായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പം അപ്പുറത്തെ സൈഡ് കൂടെ നമ്മൾ ഒന്ന് പൊളിച്ചെടുക്കാം. നമ്മൾ ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത്, 10 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇവരത് പകുതി വേവായി. ഒരുപാട് ഓവറായിട്ട് കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അരപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അരപ്പിനകത്ത് ഇറങ്ങണമെങ്കിൽ പകുതി വേവിൽ നമ്മൾ എടുക്കണം. അപ്പോൾ ഇനി ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് നോക്കാം. പകുതി വേവായിട്ട് നമ്മൾ കോരി പ്ലേറ്റിലോട്ട് മാറ്റുവാണേ. ബാക്കി അരപ്പുണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാം ചേഞ്ച് ചെയ്യാം. ഓക്കെ, നല്ലതായിട്ട് മുരിഞ്ഞ് തെറ്റായിട്ട് ഒരു പകുതി വേവിൽ മാറ്റി വെക്കും. ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രിയിലായതുകൊണ്ട് ലൈറ്റ് വെട്ടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മീനും ഭാഗത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ട് ഇനി അതിനകത്ത് നമുക്ക് അരപ്പുണ്ടാക്കണം. അപ്പോൾ മീൻ ഇടാനുള്ള അരപ്പുണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കടുക് വറക്കണം. അതിന് പോസ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ചാനൽ കടയിട്ട് കൊടുക്കും. കടയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി കറിയാപ്പില്ല. നമ്മൾ നേരത്തെ മറ്റേ നേരത്തെ അരച്ചതിൻ്റെ സാധനം അരപ്പ് നമ്മുടെ ഇരിപ്പുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് പൊടിയെല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് അരച്ച് കൂട്ടുപൊടിയിപ്പുണ്ട്.
അപ്പോൾ അതിന് ബാക്കി നമ്മൾ സവാളയും കൊച്ചുള്ളിയെല്ലാം അരിഞ്ഞ് തക്കാളി ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. 2 പച്ചമുളക് കൂടി ഇടുക. നല്ല അത്യാവശ്യം നല്ല എരിവ് വേണം. എരിവ് വേണ്ടവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ വെക്കുന്ന നാരങ്ങാവെള്ളോ ജീരകമുള്ള കുടിക്കുന്ന ആൾക്കാർക്ക് എരിവ് വേണമെന്ന് പറഞ്ഞാൽ എരിവ് കൂടുതലിട്ടെടുക്കുക. നമ്മൾ ആ മീനിൻ്റെ ടേസ്റ്റ് പോകരുത്. അതുകൊണ്ട് അത്യാവശ്യം മസാല ഒരു ഓവറാക്കാതെ സെറ്റ് ചെയ്തത് നമ്മൾ സവാളയും കൊച്ചുള്ളിയോട് അരിഞ്ഞാൽ മതി. ശകലം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പുപൊടി ഇട്ടത്. ശകലം ആവശ്യത്തിന് ഉപ്പുപൊടി ഇടുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. വയറ് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായിട്ടുള്ള സവാള. അപ്പോൾ അതിനകത്തോട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി കൊണ്ട് ഇടും. തക്കാളി ചെറുതായിട്ടൊന്ന് ബാക്കിയുണ്ട്. ഒത്തിരി അങ്ങ് വാട്ടണ്ട. ഒത്തിരി വാട്ടി കഴിയുമ്പോൾ പുളിയാവും. അവിടെ നമ്മൾ പുളി മധുരം പോലെ ആവും. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെ. അപ്പോൾ ആവശ്യത്തിന് അരപ്പും ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ഒന്നും പറയാം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. ഞാൻ നേരത്തെ കാണില്ലേ ഈ വക സാധനങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു പേസ്റ്റാണ്. നോക്കും ഇതല്ല. അപ്പോൾ ഈ പേസ്റ്റ് ഒന്ന് നല്ല പച്ചച്ചോവൊന്ന് പോകണം. ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ. വെളിച്ചെണ്ണ ഇതിനകത്ത് മെയിൻ സാധനം ടേസ്റ്റ് കൂടെ കേട്ടോ. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ കുറച്ച് ഉപയോഗിക്കുക. നമുക്ക് വലിയ പ്രശ്നമില്ല, കൊളസ്ട്രോളൊന്നും ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ചേർത്തടിക്കും, ഒരു കുഴപ്പമില്ല. ഇതിനെ ഒന്ന് വല്ലാണ്ട് വാട്ടിയെടുക്കണം. നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് ഒരു പൊടിക്ക് ഉപ്പ് കൂടെ ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. പൊടിക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ട് മതി. ഉപ്പ് എല്ലാം ഓക്കെയാണ്. ഇത് നല്ലതായിട്ട് ഇതൊന്ന് ചൂടാക്കി വായിക്കണം. ആ പച്ചച്ചോറ് ഒന്ന് മാറി കഴിഞ്ഞാൽ നമ്മൾ മസാല ഓക്കെയാവും. അരപ്പ് കറക്റ്റ് പരുവമായിട്ടുണ്ട്. അതിലെ പച്ചച്ചോവെല്ലാം പോയി ഒരു ചുമല കളറിലായിട്ടുണ്ട്. അപ്പോൾ വലിയ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചച്ചോവയൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ മീനെ പതുക്കെ നമുക്ക് ഈ ഇലക്കകത്തോട്ട് ഇറക്കി വെക്കണം. ഇലയുടെ നടുക്ക് നമ്മളൊരു ഇല വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് നടുക്കോട്ട് ഇറക്കി വെക്കും. ഇറക്കി വെക്കുന്നതിന് ഒരു കാര്യം കൂടെ ചെയ്യാറുണ്ട്. ഒരു ശകല അരപ്പ് നമ്മൾ ഈ വെക്കുന്നതിന് അവിടെ വെക്കണം. അത് നമ്മൾ ഒരു ശകല അരപ്പ് നമ്മുടെ ഇലയുടെ നടുക്ക് ഇനി നമുക്ക് പതുക്കെ മീനെ എടുത്ത് വെക്കാം. അരപ്പിൻ്റെ നടുക്കോട്ട് വെക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിക്കാൻ പറ്റത്തില്ല. ബാക്കി അരപ്പോടെ എടുക്കുക. നമ്മുടെ മീനെ അങ്ങ് കുളിപ്പിക്കുക തന്നെ നല്ല സിമെൻറ്റ് തേക്കുന്ന പോലെ തേക്കാണ് കുളിപ്പിക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും ചേർക്കണം അരപ്പേ. ഇപ്പോൾ കറക്റ്റ് അരപ്പായിരുന്നു കേട്ടോ. ഒരു ശകലം പോലും കൂടുതലില്ല, കുറവില്ല. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം വീഡിയോയ്ക്ക് ലെങ്ത് കാണും. ഓടിച്ചു വിട്ടം ചെയ്യുന്ന എനിക്കൊന്നും താല്പര്യമില്ല. എനിക്കത് പെട്ടെന്ന് ഓടിച്ച് വെച്ചൊരു 10 മിനിറ്റ് കാണിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കും. കുക്കിംഗ് വീഡിയോ ഇതുപോലുള്ള കാര്യമാണ്. കുറച്ച് നമ്മൾ കിച്ചൺ നമുക്കായിട്ട് വേണം. അപ്പോൾ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് ഈ രാത്രി മൊത്തം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടുന്നത്. ഇപ്പോൾ നല്ലൊരു വീഡിയോ കിട്ടാൻ വേണ്ടിയാണ് ചെയ്ത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് പതുക്കെ ഇലയൊന്ന് മടക്കി സെറ്റ് ചെയ്യണം. ഇവനെ ആദ്യം ഒരു ലെയറൊന്ന് നല്ലതായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ചെറിയ ചടങ്ങ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചരട് വെച്ച് ഇവനെ ഒന്ന് കെട്ടണം. ചരടോ വാഴനാരോ ഓക്കെ. നമ്മുടെ ഏകദേശം സംഭവം
കിഴി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പാൻ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കാം. ഓക്കെ, വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടൊന്ന് ശകല അതിനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. നമുക്ക് ഇലയൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് എണ്ണയിട്ട് മാറ്റി എന്നിട്ട് നമ്മൾ എല്ലാ സൈഡിലും ആക്കിയത് അപ്പോൾ എല്ലാം ചൂടാകും. അത് പതുക്കെ നമ്മുടെ കിഴി എടുത്തിട്ട് ഇത് സെൻറ്ററിലോട്ടൊക്കെ വെക്കുക. ഇപ്പോൾ നല്ലതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ആ ഇല ഒന്ന് വാടി നല്ല കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഒപ്പം എപ്പോഴും ഇട്ട് കഴിയുമ്പോൾ സംഭവം ഓക്കെയാവും. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ വയ്ക്കുക ഒരുപാട് കഴിഞ്ഞ് പോകണം. അപ്പോൾ ഈ ഇലയൊന്ന് വാടിക്കഴിയുന്നത് അതാണ് അതിന് പരുവം. ഇത് നമ്മൾ പാത്രത്തിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റാൻ ബാക്കി സെറ്റപ്പൊക്കെ നമ്മൾ ഇലയെല്ലാം മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാൻ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ സംഭവം നമ്മുടെ ചെമ്പല്ലി വാർത്ത് പൊള്ളിച്ചത് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തു. ഇത് നമ്മുടെ സവാനാണ്, നമ്മളതാണ് നമ്മുടെ അമ്മാച്ചൻ്റെ പോകാൻ. അപ്പോൾ പുള്ളി ഞങ്ങൾ അങ്ങോട്ട് പോയി പുള്ളിയാൻ പോയി വീഡിയോയിലുണ്ടോ. അപ്പോൾ അവനെ കൂടെ ഒരു ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ സെറ്റ് ചെയ്തേക്കണോ അപ്പോൾ ഒന്ന് ഒരു ചെറിയ സെറ്റ് ചെയ്തു പീസ് എടുത്തു അത് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് പോലെ. ചെമ്പല്ലിക്ക് ടേസ്റ്റ് കുറവില്ല. നമ്മളിനി ഉണ്ടാക്കി വല്ല കുറവായിരിക്കേ ഉള്ളൂ. ചെമ്പല്ലി അത് ഏറ്റവും ടേസ്റ്റ് ഉള്ള മീനാണ്. ചേർത്ത് നോക്കട്ടെ. വർത്തന രുചി പിന്നെ നമ്മുടെ അരപ്പിൻ്റെ ഒരു ഇതും പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് അതാണ്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് ചീപ്പുണ്ട്. അത് ചെറിയ സലാഡൊക്കെ സെറ്റ് ചെയ്യാൻ സംഭവം അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഇനിയും വരും. കുക്കിങ്ങിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ നല്ല ടൈം എടുക്കും ഇതെല്ലാം ചെയ്തു വരണമെങ്കിൽ. അപ്പം പറ്റുന്നത്രയും നോക്കാം, വീഡിയോ ഇടാൻ നോക്കാം. കുക്കിങ്ങിൻ്റെ വീഡിയോ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓ ബൈ.